ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. GF ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങളാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ചു അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് ഒരു പ്രവാചകൻ്റെ കീഴിൽ ശിഷ്യത്വം എടുത്തിരുന്ന ഒരു പ്രവാചകനായിരുന്നു, ഒരു പ്രവാചക ശിഷ്യനായിരുന്നു. അയാളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അയാൾ ദൈവഭയമുള്ള ഒരുവനായിരുന്നു. ദൈവഭക്തന്മാരായിട്ടുള്ള ആളുകളും ചില സന്ദർഭങ്ങളിൽ കടം വാങ്ങേണ്ടി വന്നു എന്ന് വന്നേക്കാം. ഒരുപക്ഷെ മകളെ കെട്ടിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് കുറച്ച് പണം തികയാതെ വന്നപ്പോൾ, ഒരു വീട് പണി തുടങ്ങി അത് പണം തികയാതെ വന്നു കഴിഞ്ഞപ്പോൾ, മകൻ്റെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ, അങ്ങനെയൊക്കെ പല രീതിയിലും കടം വാങ്ങേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം. കടം വാങ്ങരുത് എന്നൊക്കെ നമുക്ക് ഉപദേശിക്കാൻ കഴിയുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ അത് സംഭവിച്ചു പോയേക്കാം. എന്നാൽ ദൈവഭക്തനായിരിക്കുന്ന ഒരാൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടാലും ദൈവം അയാളെ വെളിയിൽ കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അയാളെ മുതലെടുക്കുവാനും പറ്റിക്കാനും ഒക്കെ ധാരാളം ആളുകൾ ഉണ്ടായേക്കാം, എങ്കിലും ദൈവം അയാളെ വെളിയിൽ കൊണ്ടുവരും. ഇവിടെ ഈ പ്രവാചക ശിഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി. എന്താണ് കാരണമെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം കുറച്ച് പണം കടം വാങ്ങിയിരുന്നു. അദ്ദേഹം മരിച്ചു എന്നുള്ളത് കൊണ്ട് കടം ഒഴിവാക്കി കൊടുക്കുവാനൊന്നും പണം കൊടുത്ത ആളുകൾ തയ്യാറായില്ല. അവരുടെ ഹൃദയത്തിൽ അത്ര വിശാലതയോ അത്ര ഹൃദയത്തിലുള്ള ഒരു ശുദ്ധതയോ ഒന്നുമില്ല. അവരുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കൊടുത്ത പണം എങ്ങനെയെങ്കിലും കിട്ടണം. അത് ഭർത്താവ് മരിച്ചാലും കുഴപ്പമില്ല, ഭാര്യ മരിച്ചാലും കുഴപ്പമില്ല, മക്കൾ മരിച്ചാലും കുഴപ്പമില്ല, കൊടുത്ത പണം കിട്ടണമെന്നുള്ളത് അവരുടെ ആഗ്രഹമാണ്. അവർ വന്ന് സ്ത്രീയോട് പറഞ്ഞു, അതെ നിൻ്റെ ഭർത്താവ് പണം മേടിച്ച കാര്യം നിനക്കറിയാമല്ലോ. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ കുഞ്ഞുങ്ങൾ വലുതാവട്ടെ, അവർ പഠിച്ച് വലുതാവുമ്പോൾ ഞാൻ ആ പൈസ അത് പലിശടക്കം തരാം. അതൊന്നും പറ്റുകയില്ല, കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം. അന്ന് അടിമ കച്ചവടമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുപോയി അടിമകളാക്കി ആ പണം തീരുന്നവരെയും ഞങ്ങൾ അവരെ കൊണ്ട് വേല ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു, അയ്യോ അങ്ങനെ ചെയ്യില്ലേ, ഞാൻ ഒരു കാര്യം എനിക്കൊരു ദേവദാസനുണ്ട്, ഞാൻ അവരുടെ അടുത്തുനിന്ന് പോയി സംസാരിക്കട്ടെ, നിങ്ങൾ അടുത്ത ദിവസം വരാനായിട്ട് പറഞ്ഞ് അവരെ മടക്കി അയച്ച് കാണും. ഇവൾ ഓടി പ്രവാചകനായ എലീശായുടെ അടുക്കൽ ചെന്നു. അവൾ നിലവിളിച്ചു. അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ല, പഞ്ചായത്ത് മെമ്പറെ കാണാൻ ഓടിയില്ല. അവൾ ഓടിയത് ഒരു പ്രവാചകൻ്റെ അടുക്കിലേക്കാണ്, എലീശായുടെ അടുക്കിലേക്ക്. ഇന്ന് ഒരു പ്രവാചകൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെയുള്ള വിഷയമായിട്ട് ഓടുമ്പോൾ പലവട്ടം ആലോചിച്ചിട്ട് വേണം പോകുവാനായിട്ട്. കാരണം പ്രവാചകൻ എന്ന് പറയുന്നത് ക്രമാവരങ്ങൾ കൊണ്ട് തിരിച്ചറിയുന്ന ഒരാളല്ല. പ്രവാചകൻ അവൻ ഒരു വിശുദ്ധനാണോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എലീശയെക്കുറിച്ച് ധനികയായിരിക്കുന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. 1 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എലീശ ശൂനേമിലേക്ക് പോകുന്ന വഴിയിൽ ധനികയായ ഒരു സ്ത്രീയുടെ വീടിൻ്റെ സമീപത്തുകൂടിയാണ് പോകുന്നത്. ഇങ്ങനെ പോകുമ്പോൾ ഈ സ്ത്രീ ഈ പ്രവാചകനോട് പറയും, നീ എൻ്റെ വീട്ടിൽ നിന്ന് കയറി ഭക്ഷണം കഴിച്ചിട്ട് പോകാനായിട്ട് നിർബന്ധിക്കും. എലീശ പോയി, വേണ്ട എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എത്രയും വഴി ദൂരം വന്നിട്ട് പോകുന്നതല്ലേ, എൻ്റെ വീട്ടിൽ അല്പം ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമോ, അത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അവൾ നിർബന്ധിച്ചപ്പോൾ എലീശ അവിടെ കയറി. എലീശ ഒറ്റയ്ക്കായിരുന്നില്ല, എപ്പോഴും എലീശയുടെ കൂടെ ഒരു ശിഷ്യനുണ്ടാവും, മിക്കവാറും ഗേഹസി ആയിരിക്കും. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഉള്ളിടത്ത് കയറുന്നത് ഉചിതമായ കാര്യമല്ല. ഇവിടെ പ്രവാചകനായ എലീശയുടെ വീട്ടിലേക്ക് ഗേഹസിയോടൊപ്പം എലീശ ഈ ധനികയായ സ്ത്രീയുടെ അടുക്കിലേക്ക് ഗേഹസിയോടൊപ്പം അവിടെ പോവും. ഭക്ഷണം കഴിച്ച് പോകുന്ന സമയത്ത് ഇവൾ പറഞ്ഞു, ഈ വഴി പോകുമ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വേണ്ടോ പോകാൻ. ധനികയായ ഒരു സ്ത്രീയാണ്. അങ്ങനെ ആ പ്രവാചകൻ അതിലെ പോകുമ്പോഴൊക്കെ ആ സ്ത്രീയുടെ വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ച് അങ്ങനെ പോകും. അങ്ങനെ പല നാളത്തെ നിരീക്ഷണത്തിന് ശേഷം അവൾ ഒരു നിഗമനത്തിലെത്തി. അവൾ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമ്മുടെ വഴിയെ കൂടെയായി പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായൊരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. ഒരാളെ ഒറ്റ ദിവസം കൊണ്ട് കണ്ടുകൊണ്ട് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുകയില്ല. കൂടുതൽ അടുക്കും തോറുമാണ് അയാൾ വിശുദ്ധനാണോ അല്ലെങ്കിൽ തെറ്റായ നിലയിലുള്ള ഒരാളാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഈ സ്ത്രീ ചെന്നിട്ട് എലീശയുടെ അടുക്കൽ പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, നിങ്ങൾക്കറിയാമല്ലോ, അയാൾ യഹോഭക്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അത് ഒരു ക്വാളിറ്റി എന്ന് പറയാനുള്ളത് ദൈവഭയം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവഭയം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും?
അവർ അങ്ങനെയുള്ള ആൾ ദൈവ കൽപ്പനകൾ അനുസരിക്കും, വിശുദ്ധി സൂക്ഷിക്കും, ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും, ജീവിതത്തിന് മുൻഗണന കൊടുക്കും. അവൾ പറഞ്ഞു, എൻ്റെ മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ എലീശ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം, നീ പറയാ, നിൻ്റെ വീട്ടിൽ എന്തുണ്ട്? പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിൽക്കാനായിട്ട് ഇനി ആകെ ഒരു ഭരണി എണ്ണയല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ശരി, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പാത്രങ്ങൾ കുറവായിരിക്കരുത്, നീ മാക്സിമം കളക്ട് ചെയ്യണം, കാലിപ്പാത്രങ്ങൾ വാങ്ങി കളക്ട് ചെയ്യണം. അവരോട് പറയുക, ഒരാവശ്യമുണ്ട്, ഞങ്ങൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് നീ വാങ്ങുക എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയക്കുകയാണ്. എന്നിട്ട് ഇവൾ ചെന്നു, എന്നിട്ട് മക്കളോട് പറഞ്ഞു, ഇവളോട് പറഞ്ഞു, നീ വെറും പാത്രങ്ങൾ വാങ്ങി നീ നിൻ്റെ മക്കളും കതകടച്ച് വാതിലടച്ച് പാത്രങ്ങളൊക്കെയും പകർന്ന് നിറഞ്ഞൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ചെന്ന് മക്കൾ എല്ലാം കൂടെ കൂടി അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ പോയി പാത്രങ്ങളെല്ലാം വാങ്ങി. അങ്ങനെ പാത്രങ്ങളെല്ലാം വാങ്ങി ഇതിനകത്തേക്ക് ഒന്നിൽ നിന്നൊന്നിലേക്ക് പകർന്നുകൊണ്ടിരുന്നു. അങ്ങനെ പകർന്ന് മുന്നോട്ട് പോകുന്തോറും എണ്ണ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എണ്ണയാണ് ഉണ്ടായിരുന്നത്, അത് മറ്റു പാത്രങ്ങളിലേക്ക് പകർന്നു. ആ പാത്രം നിറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത പാത്രം വയ്ക്കുന്നു, ആ പാത്രം നിറയുന്നു. അങ്ങനെ പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന പാത്രങ്ങളെല്ലാം നിറഞ്ഞു. അപ്പോൾ ഇവൾ പറഞ്ഞു, ശരി, മകനോട് പറഞ്ഞു, ഇനിയും പോയി പാത്രങ്ങൾ വാങ്ങിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു, ഇനി പാത്രങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. നമ്മളവിടെ വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എണ്ണ നിന്നുപോയി. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീക പാഠമുണ്ട്. നമ്മുടെ ദൈവം നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ട് നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ഇവിടെ ഈ മകൻ പാത്രങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞ സമയം ആ എണ്ണ നിന്നുപോയി. എന്നാൽ ആ എണ്ണ നിൽക്കുകയില്ലായിരുന്നു. അവൻ കുറച്ചുകൂടെ അകലെ പോയിട്ടാണെങ്കിലും അടുത്ത വീടുകളിൽ നിന്ന് പാത്രം വാങ്ങിക്കൊണ്ട് വന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും നിറയുമായിരുന്നു. എന്നാൽ ഇനി പാത്രങ്ങളില്ല എന്നുള്ളൊരു വാക്ക് ആ എണ്ണ ഊറ്റിക്കൊണ്ടിരുന്ന ആ പാത്രത്തിലെ എണ്ണ അത് കേട്ടു, ആ ശബ്ദം കേട്ടു. അതോടുകൂടി നമ്മളവിടെ വായിക്കുന്നത്, അതോടുകൂടി എണ്ണയുടെ ആ ഒഴുക്കൽ നിന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ഞാൻ ഇന്ന് ഈ വചനം ഇങ്ങനെ വായിക്കുന്നതിന് പിന്നിലുള്ള ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളും ചില ഞെരുക്കങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നാം വളരെ പ്രാർത്ഥിച്ചിട്ടും ഒരു വ്യത്യാസവും കാണാതിരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ സാധ്യതയുള്ള ഒരു വാക്കുണ്ട്, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു, ഇനി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെയുള്ള വാക്കുകൾ നാം ഒരിക്കലും പറയുവാനായിട്ട് ഇടയാകരുത്. അപ്പോൾ പിശാച് അതെടുക്കുകയും ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നമ്മുടെ നേരെ ഒരു അസൈൻമെൻ്റായിട്ട് വെച്ച് അവൻ അതിനെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു. നമുക്കത് ദോഷമായിട്ട് വരുവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ പറയരുത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ അതിന് മറുപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമ്മുടെ സമയത്ത് ഒരു പക്ഷേ ആ മറുപടി കിട്ടുകയില്ല. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് ഏറ്റവും നന്നായിട്ട് ദൈവം അത് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വൈകിയത് ഈ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഞാൻ പ്രാർത്ഥിച്ച് മടുത്തു എന്നൊരു വാക്ക് നിൻ്റെ വായിൽ നിന്ന് വീഴുവാൻ ഇടയാകല്ലേ. ഇനി ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് ഒരു വാക്ക് പറയുവാൻ ഇടയാകല്ലേ. നീ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. നിൻ്റെ പ്രാർത്ഥന എല്ലാം ദൈവം കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ സഭയിൽ കടന്നുപോയി. അവിടെ പ്രാരംഭ പ്രാർത്ഥനയിൽ ഒരു സഹോദരൻ വളരെ ശക്തിയിലും വളരെ ഒച്ചത്തിലും എല്ലാം പ്രാർത്ഥിക്കുന്നത് കേട്ടു. എന്നാൽ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പായി. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞില്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനയും നാം അതിൻ്റെ അടിയിൽ ഒരു ഒപ്പിടേണ്ട ആവശ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണം പിതാവേ എന്ന് പറയുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുന്നത്. ഇന്ന് ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നാം പ്രാർത്ഥനയിൽ മുന്നേറിക്കൊണ്ടിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കണം. തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. അതുകൊണ്ട് ഇന്ന് ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ജീവനായി ചൈതന്യമായി തീരുവാൻ തക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കൽപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. നിൻ്റെ വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെയൊക്കെ ധാരാളമായിട്ട് നീ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ മേൽ കൂടിയിരിക്കണമേ കർത്താവെ. കടഭാരത്തിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ വിടുതലുകൾ കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ട് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.